അതെ, സ്വന്തം കൊലപാതകം തെളിയിച്ച തെരേസിത്ത ബാസയുടെ കഥ. ഷിക്കാഗോയിലെ ഒരു അപ്പാർട്ട്മെൻറ്റിനുള്ളിൽ തീപിടിച്ച ഒരു കിടക്കയും അതിൻ്റെ അടിയിൽ കത്തിക്കരിഞ്ഞ് കിടക്കുന്ന ഒരു സ്ത്രീയുടെ മൃതദേഹവും കണ്ടെത്തി. ആ സ്ത്രീ തെരേസിത്ത ബാസ ആയിരുന്നു. 47 വയസ്സുള്ള ഒരു ഫിലിപ്പീൻ നേഴ്സ്. പോലീസ് എത്തിയപ്പോൾ കേസിൽ ഒന്നു മാത്രം വ്യക്തമായിരുന്നു: ഇത് ഒരു കൊലപാതകമാണ്. എന്നാൽ ആരാണ് കൊലയാളി, എന്താണ് അവരുടെ മരണത്തിനുള്ള കാരണം? പോലീസ് അന്വേഷണം ആരംഭിച്ചെങ്കിലും അവർക്കൊന്നും വ്യക്തമായ തെളിവുകളോ സൂചനകളോ ലഭിച്ചില്ല. കൊലയാളി തെളിവുകളൊന്നും ഉപേക്ഷിച്ചിരുന്നില്ല. കേസിന് ഒരു വിരലടയാളവുമില്ല. ഈ കേസ് ഒന്നുമാകാതെ തീരാൻ സാധ്യതയുണ്ടായിരുന്നു. ഒരു രാത്രിയിൽ റെമി ചുവ എന്ന ഒരു യുവ നേഴ്സ് തൻ്റെ ഭർത്താവിനോട് വിചിത്രമായി പെരുമാറി തുടങ്ങി. എന്തൊക്കെയോ പറയുകയും ഭയത്തോടെ ഇരിക്കുകയും ചെയ്തു. പക്ഷേ സംഭവിച്ച കാര്യം അതിലും ഭീകരമായിരുന്നു. റെമി ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് അവളുടെ ഭർത്താവിൻ്റെ മുന്നിൽ നിന്ന് വേറെ ശബ്ദത്തിൽ: "ഞാൻ തെരേസിത്ത ബാസ. എൻ്റെ കൊലയാളി അലൻ ചോവറിയാണ്. എൻ്റെ ആഭരണങ്ങൾ അവൻ എടുത്തു. അവൻ തൻ്റെ കാമുകിക്ക് അവയെ സമ്മാനിച്ചു." അവളുടെ ഭർത്താവ് ഭീതിയോടെ അവളെ നോക്കി. ആ ശബ്ദം റെമിയുടേതല്ല, മറിച്ച് തെരേസിറ്റയുടേതായിരുന്നു. പോലീസിന് ഈ വാർത്ത അമ്പരപ്പിക്കുന്നതായിരുന്നു. ഒരു ആത്മാവ് പറയുന്ന മൊഴികൾ. പോലീസ് അലൻ ചോവറിയെ അറസ്റ്റ് ചെയ്തു. നേരത്തെ അവൻ കുറ്റം ചെയ്തില്ലെന്ന് പറഞ്ഞിരുന്നു. എന്നാൽ തെളിവുകൾ അവൻ്റെ നേരെ കൂടി. റെമിയുടെ മൊഴിയും അവൻ്റെ കാമുകിയുടെ കൈവശമുണ്ടായിരുന്ന തെരേസിത്തായുടെ ആഭരണങ്ങളും എല്ലാം ഈ കേസിനെ തെളിയിച്ചു. അവൻ കൂടുതൽ മറയ്ക്കാൻ സാധിക്കാതെ കുറ്റം സമ്മതിച്ചു. അലൻ ചോവറി കുറ്റക്കാരനായി പ്രഖ്യാപിക്കപ്പെട്ടു. തെരേസിത്ത ബാസയ്ക്ക് നീതി ലഭിച്ചു. കേസ് അവസാനിച്ചെങ്കിലും ഈ കഥ ഒരിക്കലും മറന്നു പോകാൻ കഴിയും.